നമസ്കാരം, ഏവർക്കും കാർമിക് സൈക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും കേട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനത്തിൽ നടക്കുമോ, അതോ ഞാൻ പലതും എക്സാഗറേറ്റ് ചെയ്ത് പറയുകയാണോ എന്ന്. എന്നാൽ സത്യം അതല്ല. ഒരു ജാതി ബോസ് സീരീസിലൂടെ ഞാൻ ഇനിയും തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു സ്ഥാപനത്തിൽ ഏത് റോളിലേക്കാണോ നാം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ആ ചുറ്റളവിൽ മാത്രം നമ്മുടെ അധികാരം പ്രയോഗിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് തങ്ങളുടെ അധികാര പരിധിയെ സ്വയം നിർണ്ണയിക്കുന്നത്, അത് എന്തിൻ്റെ പേരിലായാലും അതിനെ അധികാര ദുർവിനിയോഗം എന്ന് മാത്രമേ പച്ച മലയാളത്തിൽ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബോസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ അധികാര ദുർവിനിയോഗം എല്ലായിടത്തും കാണാൻ സാധിക്കും. സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നടക്കേണ്ടുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ പോലും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി ഇടപെടാനും അവിടുത്തെ പോരായ്മകളെ ലീഡർഷിപ്പിലേക്ക് അറിയിക്കുവാനും ബോസിന് വല്ലാത്ത ആവേശമാണ്. ഡിപ്പാർട്ട്മെന്റിലെ വളരെ ജൂനിയർ സ്റ്റാഫായ സബോർഡിനേറ്റ് പൂർണ്ണ പിന്തുണയുമായി ഇതിൽ റോള് കളിക്കാനെത്തും എന്നത് വേറൊരു വസ്തുത. ഇത്തരത്തിൽ സെയിൽസ്, മാർക്കറ്റിംഗ്, ക്വാളിറ്റി, പർച്ചേസ്, ഫിനാൻസ്, IT തുടങ്ങി ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റിലും ബോസ് കയറി ഇടപെട്ടിട്ടുണ്ട്. ബോസ് ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഹെഡുമായോ അല്ലെങ്കിൽ അവിടെ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയുമായോ കുറച്ചു കാലത്തേക്ക് ഒരു ബന്ധം സ്ഥാപിക്കും. ശേഷം ലീഡർഷിപ്പ് ടീം ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിക്കാൻ HR മാനേജർ എന്ന രീതിയിൽ ബോസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവരെ വിശ്വസിപ്പിക്കും. അവർ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത് വിസിറ്റ് ചെയ്തും അവരോടൊപ്പം ചെന്നിരുന്ന് തമാശകൾ പറഞ്ഞും ചിരിച്ചും അവരെ കയ്യിലെടുക്കും. ബോസിനെ വിശ്വസിച്ച് ആ പാവങ്ങൾ എല്ലാ വിവരങ്ങളും ഇവരോട് പങ്കുവെക്കും. അപ്പോഴും ബോസിന്റെ മുഴുവൻ ഫോക്കസും അവർ മീറ്റ് ചെയ്യാത്ത ടാർഗറ്റിലോ അല്ലെങ്കിൽ മിസ്സായി പോയ അച്ചീവ്മെന്റിലോ ആയിരിക്കും. ശേഷം ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് പ്രസ്തുത ഡിപ്പാർട്ട്മെന്റിലെ നെഗറ്റീവുകളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കമ്പനിയെ ലാഭത്തിലാക്കാം എന്ന നിലയിൽ ബോസിന്റെ നിർദ്ദേശങ്ങൾ എന്ന രൂപേണ ഇൻഫർമേഷൻസ് ലീഡർഷിപ്പ് ടീമിന് നൽകും. ലീഡർഷിപ്പ് ടീമിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആൾ ബഹുകേമനാണ്. എല്ലാത്തിനെ കുറിച്ചും വളരെ അവഗാഹമുണ്ട്. അതോടൊപ്പം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമുണ്ട്. ഇങ്ങനെ ഒരു സ്പൈ അല്ലെങ്കിൽ ഒരു ഇൻഫോമറെ ലീഡർഷിപ്പ് ടീമിനും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ബോസിനെ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും ബോസ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒന്നും ആയി മാറില്ല എന്ന് നമുക്കും അറിയാം, ബോസിനും അറിയാം. പിന്നെ എന്തുകൊണ്ട് ബോസ് ഇത്തരം കണ്ടിന്യൂസ് ആയി പൊളിറ്റിക്സുകളിൽ ഏർപ്പെടുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ: നേരായ വഴിയിൽ കഴിവ് പ്രയോഗിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് ബോസിനറിയാം. അപ്പോൾ ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് നിലവിലുള്ള ജോലി നിലനിർത്തുക, താൻ അളവിൽ കവിഞ്ഞ ആത്മാർത്ഥത ഉള്ളവനാണെന്ന് തെളിയിക്കുക. ഇത്തരം ആളുകൾ എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഞാൻ മാത്രം കണ്ടുവന്നതല്ല. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രൊഫഷണൽ ജീവിതത്തിൽ പല കമ്പനികളിൽ, പല സ്ഥാനങ്ങളിൽ ഇത്തരം വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് തിരിഞ്ഞു നോക്കുക. സ്ഥാപനത്തിൻ്റെ മെർജിംഗ് പ്രോസസ്സ് ഒരു 90% പൂർത്തിയായ ശേഷം ആ സ്ഥാപനത്തിലെ എൻ്റെ അവസാന ദിവസം വന്നെത്തി. ബോസിനും സബോർഡിനേറ്റിനും സന്തോഷമാണെങ്കിലും എന്നോടൊപ്പം ജോലി ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്ക് എൻ്റെ പിരിഞ്ഞുപോക്ക് ഒരല്പമെങ്കിലും വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഭാവത്തിൽ നിന്നും എനിക്ക് തിരിച്ചറിയാമായിരുന്നു. എല്ലാവരും എൻ്റെ ഫെയർവെൽ ദിനത്തിൽ എനിക്ക് വേണ്ടി ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തു. പലരും സ്നേഹപൂർവ്വം കുറച്ച് നല്ല വാക്കുകൾ സംസാരിച്ചു. ശേഷം ഞാൻ ഒരു നന്ദി പ്രസംഗം നടത്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്: ഈ സ്ഥാപനത്തിൽ അൺപ്രൊഫഷണൽ ആയ പല പ്രവൃത്തികളും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുവരെ ഓം ബ്രാ എന്ന് ചൊൽപ്പടിക്ക് നിന്നിരുന്ന ഞാൻ ബോസിന് ബിഗ് ബോസ് അടക്കം സന്നിഹിതരായിരിക്കുന്ന ആ മീറ്റിംഗ് റൂമിലെ എൻ്റെ മറുപടി
വല്ലാത്ത ഒരു പ്രഹരമാണ് ഏൽപ്പിച്ചത്. എൻ്റെ കടുത്ത ചില പരാമർശങ്ങൾ കൂടിയായപ്പോൾ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പേ ബോസ് ആ റൂമിൽ നിന്നും കൈച്ചലായി. ഭാഗ്യമെടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങുമ്പോൾ ഒന്ന് യാത്ര പറയാൻ പോലും സാധിക്കാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ബോസ് അപ്പോഴും വാഷ്റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയായിരുന്നു. ഇനിയും നിങ്ങളറിയാത്ത, എനിക്ക് പറയുവാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു ജാതി ബോസുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അത് ഇന്നും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില പ്രതികാര നടപടികൾ വരെ നേരിടേണ്ടി വരും എന്ന കാരണത്താൽ ഒരു ജാതി ബോസിന്റെ എപ്പിസോഡുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ പെരുമാറുന്ന മാനേജർമാർക്ക് ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞത്. മീഡിയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഇത്രയും പ്രചാരത്തിലായ ഈ കാലത്തിലെങ്കിലും ഇത്തരം ഭയത്തെ കരുതിയെങ്കിലും ഇതുപോലുള്ള ഒരു ജാതി ബോസുകൾ അവരുടെ പ്രാകൃത മാനേജ്മെന്റ് ശൈലികളിൽ മാറ്റം വരുത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അമേരിക്കൻ ഗായകനായ വില്ലി നെൽസൺ പറഞ്ഞതുപോലെ, once you replace negative thoughts with positive ones, you will start having positive result എന്ന വാചകം ഓർമ്മിച്ചുകൊണ്ട് ഒരു ജാതി ബോസിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ദിസ് ഈസ് കാർമിക് സൈക്കിൾ ബൈ സനീഷ്, സൈനിങ് ഓഫ്.